JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. LP-UP പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ അതിന്റെ പ്രൊഫഷണൽ ആൻസർ കീ ഒക്കെ വന്നു. അപ്പോൾ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിച്ചു ചോദിക്കുകയുണ്ടായി, സാറേ അതിന്റെ ഷോർട്ട് ലിസ്റ്റ് എന്നത്തേക്കാണ് പബ്ലിഷ് ചെയ്യുന്നത്, അപ്പോൾ അല്ലെങ്കിൽ ഫൈനൽ ആൻസർ കീ എന്ന് വരും. ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങളാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനെ LP-UP പരീക്ഷയെ സംബന്ധിച്ച് ഒരു വിശദമായ വിലയിരുത്തലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ കുറെ അപ്പോൾ എത്രയാണ് കട്ട് ഓഫ് മാർക്ക് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചൊക്കെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ധാരാളം ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിച്ചത് ഷോർട്ട് ലിസ്റ്റ് എന്നത്തേക്ക് വരും, അല്ലെങ്കിൽ ഫൈനൽ ആൻസർ കീ എന്നത്തേക്കാണ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ അതിനെല്ലാം ഉത്തരമായിട്ടാണ് ഇന്നത്തെ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ PSC ഒരു പരീക്ഷ നടത്തി പ്രൊവിഷണൽ ആൻസർ കീ പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ ആ പ്രൊവിഷണൽ ആൻസർ കീയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യാനുള്ള അവകാശം ഉദ്യോഗാർത്ഥികൾക്കുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ അങ്ങനെ LP-UP പരീക്ഷയ്ക്കും പ്രൊഫഷണൽ ആൻസർ കീ വന്നപ്പോൾ അതിൽ തെറ്റുകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് ധാരാളം ഉദ്യോഗാർത്ഥികൾ അതിൽ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രസ്തുത സാഹചര്യത്തിൽ അങ്ങനെ ചലഞ്ച് ചെയ്യുന്ന അവസരത്തിൽ PSC ഒരു അന്വേഷണ സംഘത്തെ അതിനു വേണ്ടിയിട്ട് രൂപീകരിക്കുകയും പ്രസ്തുത അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് വേണ്ടിയിട്ട് നിയമിക്കുന്ന ഉദ്യോഗസ്ഥരുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റങ്ങളൊക്കെ വരുത്തി ഡിലീറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യനുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്യേണ്ട ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ ക്യാൻസൽ ചെയ്തതിന് ശേഷമാണ് ഫൈനൽ ആൻസർ കീ പ്രസിദ്ധീകരിക്കുന്നത്. അങ്ങനെ പ്രസിദ്ധീകരിക്കുന്ന ഫൈനൽ ആൻസർ കീയിൽ പിന്നീട് തെറ്റുകൾ ഉണ്ടായാൽ നമുക്ക് ചലഞ്ച് ചെയ്യാൻ അവകാശമുണ്ടോ എന്ന് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കാറുണ്ട്. അങ്ങനെ തെറ്റുകൾ തിരുത്തി വരുന്ന അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ തെറ്റുകളൊക്കെ തിരുത്തി വരുന്ന ഫൈനൽ ആൻസർ കീയിൽ തെറ്റുകൾ ഉണ്ട് എങ്കിൽ പിന്നീട് ഉദ്യോഗാർത്ഥികൾക്ക് ഫൈനൽ ആൻസർ കീയും ചലഞ്ച് ചെയ്യാം. പക്ഷേ നമ്മൾ ചലഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ സാധുതയുണ്ടെങ്കിൽ മാത്രമേ പിന്നീട് പരിഗണിക്കുകയുള്ളൂ എന്നുള്ള കാര്യം എല്ലാ ഉദ്യോഗാർത്ഥികളും അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ ചലഞ്ച് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഒക്കെ നടത്തുകയും അതിനുള്ള താമസങ്ങളൊക്കെ വരുന്നതിനാൽ ഫൈനൽ ആൻസർ കീ വരുന്നതിന് വേണ്ടിയിട്ട് ഈ ഉദ്യോഗാർത്ഥികൾ ചലഞ്ച് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഫൈനൽ ആൻസർ കീ PSC പ്രസിദ്ധീകരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഫൈനൽ ആൻസർ കീ പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ ആരെങ്കിലും ചലഞ്ച് ചെയ്താൽ പിന്നെയും താമസങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അതിനുശേഷം ആണ് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് തന്നെ നമുക്ക് ഉദ്യോഗാർത്ഥികളോട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വരികയും പ്രസ്തുത സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതിന് ശേഷം ആണ് ഷോർട്ട് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിക്കുന്നത്. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഷോർട്ട് ലിസ്റ്റിൽ വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ യഥാർത്ഥത്തിൽ യോഗ്യരാണോ, അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന യോഗ്യതകൾ കൃത്യമുള്ളതാണോ എന്ന് വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചതിന് ശേഷമാണ് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഒരു 100 പേരുടെ ലിസ്റ്റാണ് ഷോർട്ട് ലിസ്റ്റാണ് PSC പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു എക്സ്ട്രാ 50 പേരും കൂടെ കൂടുതൽ ആൾക്കാരുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് PSC ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ PSC ആവശ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആർക്കൊക്കെയാണോ യഥാർത്ഥ യോഗ്യത ഇല്ലാത്തത് അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളെ തള്ളിയതിനു ശേഷമാണ് ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളെ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരെ പരിഗണിക്കുക. അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് കൂടുതൽ ഉദ്യോഗാർത്ഥികളോട് എന്താണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള യോഗ്യതകൾ ഇല്ലെങ്കിൽ അവരെ തള്ളാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത്ര പേരുടെ ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നതിൽ അതിൽ കൂടുതൽ ആൾക്കാരുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കാരണങ്ങളാൽ കൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഷോർട്ട് ലിസ്റ്റിൽ വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ചാണെങ്കിൽ പോലും 100 പേരുടെ ലിസ്റ്റാണ് PSC പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 100ാമത് വരുന്ന ഉദ്യോഗാർത്ഥിയുടെ മാർക്കാണ് ആ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് എല്ലാ ഉദ്യോഗാർത്ഥികളും മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അങ്ങനെയാണ് കട്ട് ഓഫ് മാർക്ക് PSC നിർണ്ണയിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പൊതുവെ കാലതാമസങ്ങൾ
ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പ്രൊഫഷണൽ ആൻസർ കീയിലും ഒക്കെ ചലഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ അന്വേഷണത്തിനൊക്കെ താമസങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നീട് ഫൈനൽ ആൻസർ കീയിൽ ചലഞ്ച് ചെയ്താൽ അതിനും താമസം ഉണ്ടാവും. അങ്ങനെ അതിനുശേഷം മാത്രമേ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എല്ലാവർക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിച്ചു ചോദിച്ചാൽ സംശയങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള മറുപടി തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ എത്താനും എല്ലാവർക്കും ജോലി ലഭിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.